ഒരിടത്തൊരിടത്തൊരു കാട്ടിൽ ഒരു സിംഹരാജാവ് ഉണ്ടായിരുന്നു. കാട്ടിലെ രാജാവായ സിംഹം വളരെ നന്മയുള്ളവനും ദയാലുവുമായിരുന്നു. അതുകൊണ്ട് തന്നെ കാട്ടിലെ മൃഗങ്ങളെല്ലാവരും സിംഹത്തിനെ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. ഒരു ദിവസം സിംഹരാജാവ് ഒരു മരച്ചുവട്ടിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. അപ്പോഴാണ് വികൃതിക്കുട്ടനായ കുഞ്ഞനെലിയുടെ വരവ്. അവൻ ഉറങ്ങിക്കിടന്നിരുന്ന സിംഹരാജാവിനെ ശല്യം ചെയ്യാൻ തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയും സിംഹരാജാവിൻ്റെ ദേഹത്തേക്ക് വീഴുകയും ചെയ്തു. തന്നെ ഉറങ്ങാൻ സമ്മതിക്കാതെ ശല്യം ചെയ്ത കുഞ്ഞനെലിയെ സിംഹരാജാവ് കൈയോടെ പിടികൂടി. തന്നെ ഉറക്കത്തിൽ ശല്യം ചെയ്തതിന് കുഞ്ഞനെലിയെ സിംഹരാജാവ് ശിക്ഷിക്കാൻ ഒരുങ്ങി. കുഞ്ഞനെലി ഭയന്ന് വിറച്ചു. അവൻ എങ്ങനെയെങ്കിലും സിംഹരാജാവിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഉപായം ആലോചിച്ചു. എന്നിട്ട് കുഞ്ഞനെലി പറഞ്ഞു, "അല്ലയോ സിംഹരാജാവേ, എന്നെ ശിക്ഷിക്കരുത്. ഒരു അബദ്ധം പറ്റിയതാണ്. എന്നെ വെറുതെ വിട്ടാൽ തീർച്ചയായും ഞാൻ ആപത്തിൽ അങ്ങയെ സഹായിക്കും." ഇത് കേട്ടതും സിംഹരാജാവിന് ചിരി വന്നു. ചിരിച്ചുകൊണ്ട് സിംഹരാജാവ് പറഞ്ഞു, "നല്ല തമാശ തന്നെ. ഒരു എലി എന്നെ ആപത്തിൽ രക്ഷിക്കുമെന്നോ?" എന്നാലും കുഞ്ഞനെലിയുടെ ആത്മവിശ്വാസം കണ്ട് സിംഹരാജാവ് അവനെ വെറുതെ വിട്ടു. തൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ കുഞ്ഞനെലി അവിടെ നിന്നും ഓടിപ്പോയി. അങ്ങനെ കുറേ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം കുഞ്ഞനെലി കാട്ടിലൂടെ നടക്കുമ്പോൾ സിംഹരാജാവിൻ്റെ ദുഃഖത്തോടെയുള്ള ഗർജനം കേട്ടു. സിംഹരാജാവിനെ വേട്ടക്കാർ പിടികൂടി ഒരു മരത്തിൽ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. കുഞ്ഞനെലി ഉടൻ തന്നെ അന്ന് തന്നോട് ദയ കാണിച്ച് സിംഹരാജാവിനെ എങ്ങനെയെങ്കിലും സഹായിക്കണം എന്ന് തീരുമാനിച്ചു. അവൻ പതിയെ വേട്ടക്കാരുടെ കണ്ണിൽ പെടാതെ സിംഹത്തിൻ്റെ അടുത്തെത്തി. എന്നിട്ട് പതിയെ കയറുകൾ ഓരോന്നായി കടിച്ചു മുറിക്കാൻ തുടങ്ങി. തന്നെ കെട്ടിയിട്ടിരിക്കുന്ന കയർ പൊട്ടിയതും സിംഹരാജാവ് കുഞ്ഞനെലിക്ക് നന്ദി പറഞ്ഞു. അവർ രണ്ടുപേരും ഒരുമിച്ച് കാട്ടിലേക്ക് നടന്നു. ഗുണപാഠം: നാം ആരെയും നിസ്സാരമായി കാണരുത്. ചിലപ്പോൾ നമ്മൾ കാണിക്കുന്ന ചെറിയ ദയ പോലും ഒരു നാൾ നമുക്ക് വലിയ സഹായമായി മാറിയേക്കാം.